ഹലോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ ക്യാഷ് ഹീറോ എന്നൊരു സൂപ്പർ ഹീറോ സീരീസാണ്. മൊത്തം 8 എപ്പിസോഡുകളാണ് ഈ സീരീസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ ഫ്ലാറ്റാണ്. ശരിക്കും കണ്ട റിയൽ ഫ്ലാറ്റാണെന്ന് തോന്നും. പക്ഷേ അതൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഒരുപാട് പേര് അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ നായകനുമുണ്ട്. നായകൻ്റെ പേര് സാങ് എന്നാണ്. അവനാണെങ്കിൽ ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാനാണ് വന്നിരിക്കുന്നത്. നായകൻ്റെ ഈ ഒരു വോയിസ് ഓവറിലൂടെയാണ് സീരീസ് ഇങ്ങനെ പോകുന്നത്. ദേ ആ കണ്ടില്ലേ, അവളുടെ പേരാണ് മിൻസുക്ക്. കുറേ കാലമായിട്ട്, അതായത് 9 വർഷമായിട്ട് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഇപ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സിനെ പോലെയാണ്. കല്യാണം കഴിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ വാങ്ങുമെന്ന്. സത്യം പറയാലോ, അതിനുള്ള നയാ പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. അതായത് സാധാരണ ഒരു കൊറിയൻ ആളെ പോലെ ജോലിക്ക് പോകുന്നു, വരുന്നു, സൺഡേസിൽ ഇങ്ങനെ ബിയറൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ പോകുന്നു. അല്ലാതെ സേവിങ്സായി ഒന്നുമില്ല. അങ്ങനെ ഇവരാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻ്റ് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൈസ് കേൾക്കുന്ന ടൈമിൽ ഇവരുടെ രണ്ടുപേരുടെയും കിളി പോകും. ആ ഈ ജന്മത്തിലെന്നല്ല, അടുത്ത ജന്മത്തിൽ പോലും എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നിവൻ പറയും. അവർ എണീക്കുന്ന ടൈമിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട്. എന്നാൽ ആ കൂപ്പണിൽ നിന്ന് പോലും ഒന്നും ഇവന് കിട്ടുന്നില്ല. അതങ്ങനെയാണ്. അതായത് എത്ര സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടെന്നറിയോ? അറ്റ്ലീസ്റ്റ് ടോയ്ലറ്റ് പേപ്പറെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവൻ വിചാരിക്കും. ശേഷം ഈ മിൻസൂക്കൊക്കെ ആണെങ്കിലും ഇവരുടെ കയ്യിലുള്ള ഡെപ്പോസിറ്റും അതുപോലെ പൈസയും ഒക്കെ എണ്ണി നോക്കുന്നുണ്ട്. എല്ലാം കൂടി നോക്കിയിട്ടും ഒരു 30 മില്യൻ്റെ കുറവുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസയുടെ കണക്ക് വരെ മിൻസൂക്കിന് അറിയാം. എൻ്റെ അക്കൗണ്ടിലുള്ള പൈസയും അത് എങ്ങനെ ചെലവഴിക്കണം അങ്ങനെ ഫുൾ സ്ട്രക്ചർ ചെയ്യുന്നത് മിൻസൂക്കാണ്. അല്ല, ഞാൻ അതിന് സമ്മതം കൊടുത്തിട്ടുമുണ്ട്. കാരണം അവൾ പെർഫെക്റ്റ് ആണ്. അവൾ ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുകയാണ്. അവൾക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഴിവാണെന്ന് ഇവൻ പറയുമ്പോഴാണ് ഇവൻ എന്തോ ഒരു വീഡിയോ ഗെയിമോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും ഇത് കാണുന്ന മിൻസൂക്ക് അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കെന്ന് പറയും. ഇവനാണെങ്കിൽ നല്ല കുട്ടിയായി അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. അതെ, നമ്മളിപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ലോട്ടറി ഉണ്ട്, അതിൽ അത്യാവശ്യം പൈസ കിട്ടും. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചാലോ? അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവൻ്റെ കിളി പോവും. ഇതെന്താ ഇങ്ങനെ? ശരിക്കും ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുക എന്നാണ് സാങ് ചിന്തിക്കുന്നത്. ശരിക്കും ഞാനല്ലേ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യേണ്ടത്? ഓ, ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. കാരണം ഇതുപോലെ ഒരു ഡേറ്റിങ്ങിന് ആദ്യം പോവുക എന്ന് പറഞ്ഞതും ഇവള് തന്നെയാണ്. അതായത് ഇവരിങ്ങനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, ഇവരിങ്ങനെ കറങ്ങിയൊക്കെ നടന്നുള്ള കോളേജ് ടൈം, ആ ടൈമിൽ ഈ മിൻസൂക്ക് തന്നെയാണ് പറയുന്നത്. അതായത് എപ്പോഴും ഇങ്ങനെ കാണാൻ വരുമ്പോൾ ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. ഞാൻ ഈ പാർലറിലൊക്കെ പോയിട്ട് ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഡേറ്റിങ്ങിന് പോവുക. അപ്പോൾ പിന്നെ പൈസ ചിലവൊന്നും വരത്തില്ലല്ലോ, നമ്മൾ തമ്മിൽ അങ്ങ് സെറ്റാകുമല്ലോ എന്നും പറഞ്ഞ് അവിടെ ചിലവാക്കേണ്ട പൈസ വരെ മിൻസൂക്കാണ് ലാഭമുണ്ടാക്കി കൊടുക്കുന്നത്. മിൻസുക്ക്, എന്താ കല്യാണത്തിന് സമ്മതമല്ലേ? ആ, നിനക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഗെയിം ഉണ്ടല്ലോ, അത് പകുതി വിലക്ക് കിട്ടുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷേ ഞാൻ ഒപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ വീഡിയോ ഗെയിമിന് വേണ്ടിയിട്ട് മാരേജിന് സമ്മതിച്ച പോലെ ആവും, അതുകൊണ്ട് വേണ്ട എന്നൊക്കെ വലിയ കാര്യമായിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ എന്താ സമ്മതമല്ലേ എന്ന് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ സമ്മതമാണെന്ന് ഒറ്റയടിക്ക് പറയും. അതായത് ഇവന് പ്രത്യേകിച്ച് തീരുമാനങ്ങളോ ഡിസിഷൻസോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇവൾ പറയുന്നത് പോലെ അങ്ങ് പോകുന്ന ഒരു ടൈപ്പാണ് അവൻ. അച്ഛൻ വിളിച്ചിരുന്നു, എന്തോ ഒന്ന് തരാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാട്ടിലേക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പൈസ വല്ലതും ആയിരിക്കുമോ എന്ന് ചോദിക്കുന്ന മിൻസൂക്കിനോട് എൻ്റെ അച്ഛനല്ലേ, വല്ല അച്ചാറോ അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് വല്ല ക്യാബേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാനായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ പുച്ഛിക്കുന്നുണ്ട്. ശേഷം പിറ്റേ ദിവസം ബസ്സൊക്കെ കയറി ഇവൻ നാട്ടിലേക്ക് വരുന്നതും അമ്മയെ കാണുമ്പോൾ സന്തോഷമാകും. അച്ഛനാണെങ്കിൽ ഒരു സ്റ്റോറേജ് റൂമിലിരുന്നിട്ട് ജോലിയൊക്കെ ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. അങ്ങോട്ട് വരുന്ന ഇവനാണെങ്കിൽ അച്ഛനെ ഒരു പുച്ഛത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇവൻ ചെറുപ്പത്തിൽ ഇവർക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്ന ടൈമിൽ ഇവർ നന്നായിട്ട് വർക്കൊക്കെ ചെയ്തിരുന്നു. അമ്മ ഒരു ഹോട്ടലിലൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിരുന്നു. അച്ഛനാണെങ്കിലും ആ ടൈമിൽ ഇവന് ഒരു ചെറിയ കുടുക്ക ഉണ്ടായിരുന്നു, ക്യാഷൊക്കെ ഇട്ട് വെക്കുന്ന. പെട്ടെന്ന് ഒരു ദിവസം വന്ന് അത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് ഓടുന്നതാണ് ഇവൻ കാണുന്നത്.
ഇവൻ കരയുന്ന ടൈമിൽ പോലും അച്ഛനാണെങ്കിൽ ആ കാശ് തട്ടിപ്പറിച്ചൊക്കെ ഓടുന്നുണ്ട്. ആ ഒരു സംഭവം അവന് ഇതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛനാണെങ്കിൽ നീ വന്നോ, ഞാൻ വേറെ ഒന്നുമല്ല വിളിച്ചത്, ഞാൻ റിട്ടയർമെൻ്റ് എടുത്തു എന്ന് പറയുമ്പോൾ അതിന് റിട്ടയർമെൻ്റ് എടുക്കാൻ ജോലി വേണ്ടേ എന്നാണ് ഇവൻ മനസ്സിൽ ചിന്തിക്കുന്നത്. നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന അച്ഛനാണെങ്കിൽ നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ്, ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാ, അല്ലാതെ പാരമ്പര്യമായിട്ട് സ്വത്ത് തരാനോ പൈസ തരാനോ ഒന്നും എനിക്കാരും ഇല്ലല്ലോ, എനിക്കൊരു ഗതിയുമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് അച്ഛന് കൊടുക്കുന്നുണ്ട്. ഞാൻ നിനക്ക് തരാൻ പോകുന്ന സാധനത്തിൻ്റെ വിലയായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഇവന് നേരെ ഷെയ്ക്ക് ഹാൻഡിന് വേണ്ടിയിട്ട് കൈ നീട്ടുകയാണ്. ഇവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് അവിടെ മൊത്തം അങ്ങ് കുലുങ്ങാൻ തുടങ്ങും. അതുമാത്രമല്ല, പെട്ടെന്ന് ഇവനൊരു ഷോക്ക് അടിക്കുന്ന ഫീലൊക്കെ ഉണ്ടാവുന്നു. അതുമാത്രമല്ല, പാത്രങ്ങളും മറ്റും താഴെ വീഴുന്നു. ഇവനാണെങ്കിൽ കൈയെടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അച്ഛൻ നന്നായി ടൈറ്റായി മുറുക്കി പിടിച്ചിരിക്കുകയാണ്. ആ ടൈമിൽ ഇവൻ്റെ കണ്ണിലൂടെ ഇവന് കാണാൻ കഴിയുന്നത്, അതായത് ഇവർക്ക് ഈ പാരമ്പര്യമായിട്ട് കിട്ടി വരുന്ന ഒരു സൂപ്പർ പവറാണ്. അതായത് വളരെ മുന്നേ തന്നെ ഇവൻ്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ ഒരു പവർ കിട്ടിയിരുന്നു. ആ കാലത്തൊക്കെ തന്നെ ഇവർ ഒരുപാട് പേരെ രക്ഷിക്കാൻ നോക്കിയതും അങ്ങനത്തെ മറ്റു പല കാര്യങ്ങളൊക്കെയാണ് ഇവൻ അതിലൂടെ കാണുന്നത്. ഇവനാണെങ്കിൽ പെട്ടെന്ന് കൈയെടുക്കുന്നതും നിങ്ങൾ എന്തായി ചെയ്യുന്നത് എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന ടൈമിൽ, നിന്റെ മുത്തച്ഛൻ എനിക്ക് തന്ന ഒരു സൂപ്പർ പവറാണ് ഞാനിപ്പോൾ നിനക്ക് തന്നിട്ടുള്ളത്. അതായത് നിന്റെ കയ്യിൽ പൈസ ഉള്ളതിനനുസരിച്ച് നിനക്ക് ഒരുപാട് സ്ട്രോങ് ആവാൻ പറ്റും. ഇതും പറഞ്ഞ അച്ഛനാണെങ്കിൽ ഒരു ഡ്രില്ലർ മെഷീൻ എടുത്ത് ഇവൻ്റെ തലക്കങ്ങ് 2 സ്ക്രൂ ഡ്രൈവർ കയറ്റും. കുറച്ച് കഴിയുമ്പോൾ ഇവൻ്റെ നിന്ന് ചില്ലറ പൈസ പുറത്തോട്ട് വരികയും ആ 2 സ്ക്രൂ ഡ്രൈവർ പുറത്തോട്ട് വരികയും ആ മുറിവ് ഹീലാവുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഇവൻ കണ്ണു തുറക്കും. നീ നിൻ്റെ പേഴ്സൊന്ന് എടുത്തു നോക്കിക്കേ എന്ന് പറയുമ്പോൾ അവൻ്റെ അച്ഛന് പൈസ കൊടുക്കുന്ന ടൈമിൽ ഈ പേഴ്സിൽ കുറച്ച് നോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, ഈ കൈ പിൻവലിക്കുന്ന ടൈമിൽ കുറേ ചില്ലറ പൈസ താഴെ വീണിരുന്നത് ഇവൻ ശ്രദ്ധിച്ചിരുന്നു. ഇവൻ പവർ യൂസ് ചെയ്യുന്നതനുസരിച്ച് പൈസയും കുറയുന്നുണ്ട്. ആ പൈസയുടെ ബാക്കിയാണ് ചില്ലറയായിട്ട് താഴെ വീണത്. നീ പവർ യൂസ് ചെയ്യുന്ന ടൈമിൽ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. ഉപയോഗിക്കുന്നതിനനുസരിച്ച് പൈസ കുറയും, ബാക്കിയാണ് ഈ ചില്ലറയായിട്ട് താഴെ വീഴുന്നത് എന്ന് പറയുന്നു. അച്ഛനാണെങ്കിൽ 2 റൂള് പറയും. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ നീ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, മറ്റുള്ളവരുടെ പൈസയ്ക്ക് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ വെയിറ്റ്, അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യണം എൻ്റെ പൈസ ഉപയോഗിച്ച്, അങ്ങനെയാണോ പറയുന്നത്? ബെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ എനിക്ക് ഈ പവറൊന്നും വേണ്ട, തിരിച്ചെടുത്തേക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഇതെന്താ തിരിച്ചു കയറാത്തത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ എടാ, അങ്ങനെയൊന്നും ഇത് തിരിച്ചു കയറില്ല, ഞാൻ നിനക്ക് തന്നതല്ലേ എന്ന് പറയുമ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്, മറ്റാർക്കെങ്കിലും കൊടുത്താൽ പോരായിരുന്നോ എന്ന് ചോദിക്കുന്ന മകനോട് അച്ഛൻ പറയുന്നത്, എടാ ഞാൻ പറഞ്ഞില്ലേ ഇതങ്ങനെ മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതാ, അതായത് ബ്ലഡിലൂടെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ എന്നാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നാണ് സാങ് അവിടെ ചിന്തിക്കുന്നത്. നിലത്ത് വീണ ചില്ലറയൊക്കെ എടുക്കുന്ന അച്ഛനാണെങ്കിൽ അപ്പോൾ ഇനി മുതൽ പൈസ നന്നായി സൂക്ഷിച്ച് ചിലവാക്കണം, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഒരു കാർഡ് എടുത്ത് കൊടുക്കും. ഇവനാണെങ്കിൽ വലിയ കാര്യത്തിൽ ഇതെന്ത് കാർഡാണെന്ന് നോക്കുമ്പോൾ ഒരു ലോണുകാരുടെ നമ്പറായിരിക്കും അത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒരച്ഛൻ മകന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റാണ് ഒരു ലോണുകാരൻ്റെ നമ്പർ. അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആരോടും ഇത് ഷെയർ ചെയ്യരുതെന്ന്. പക്ഷേ മിൻസൂക്കിനോട് പറയാത്ത ഒരു കാര്യവുമില്ലാത്തത് കൊണ്ട് തന്നെ ഇവൻ ആദ്യം തന്നെ ഇത് മിൻസൂക്കിനോട് പറയുന്നു. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, നിൻ്റെ അച്ഛൻ നിനക്കൊരു സൂപ്പർ പവർ തന്നു എന്നാണോ നീ പറയുന്നത്? നിനക്ക് വിശ്വാസമായില്ലല്ലേ, എനിക്കറിയാം എന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ കയ്യിലുള്ള പൈസ എടുത്തിട്ട് അവിടെ ഒരു കമ്പി ഉണ്ടായിരിക്കും, അത് ഈസിയായി വളച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന അവൾ ഞെട്ടു. ആ ടൈമിൽ ഈ ചില്ലറ പൈസ താഴെ വീഴുന്നുണ്ട്. ഇവളാണെങ്കിൽ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതും, നീ ഓൺലൈനിൽ നോക്കി എന്തെങ്കിലും മാജിക്ക് പഠിച്ചോ? എന്നാൽ ശരി, ആ കമ്പി കൂടി ഒന്ന് വളക്കാമോ എന്ന് ഇവൾ ചോദിക്കുന്നു. അതിന് പൈസ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ ഇവൾക്ക് താല്പര്യമില്ലെങ്കിലും ഇതറിയണമല്ലോ, അതുകൊണ്ട് ഒരു നോട്ട് കൊടുക്കുന്നു. ഇവനാണെങ്കിൽ ആ കമ്പിയും വളക്കുകയാണ്. അപ്പോഴാണ് ഇവൾക്ക് വിശ്വാസമാവുന്നത്. ശരി, ഈ പവർ കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയണമല്ലോ, അതുകൊണ്ട് ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ പിന്നീട് ഓരോ പൈസ കെട്ടുകൾ വെക്കുകയാണ്.
എന്നിട്ട് ഓടാൻ പറയുന്നുണ്ട്, ചാടാൻ പറയുന്നുണ്ട്. ഈ ഓടാനൊക്കെ പറയുമ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഓടുന്ന അതേ സ്പീഡായിരിക്കില്ല 20,000 രൂപ വെച്ച് ഓടുക. 30,000 രൂപ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡിൽ ഓടാം. ചാടുന്ന കാര്യത്തിലും വെയിറ്റ് പൊന്തിക്കുന്ന കാര്യത്തിലുമൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ അവസാനം മിൻസുക്ക് ഒരു കാര്യം കണ്ടുപിടിക്കുന്നു. അതായത് ഒരുപാട് പൈസ കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് ചിലവാകും. ബാക്കി കുറച്ച് ചില്ലറ മാത്രമേ കിട്ടൂ. പക്ഷെ ഇതിനൊന്നും വലിയ കാര്യമില്ല. നമ്മുടെ കയ്യിലുള്ള പൈസ പോകുന്ന ഏർപ്പാടാ. അതുകൊണ്ട് നന്നായി സൂക്ഷിച്ച് ചെലവാക്കണം. വലിയ കാര്യമായിട്ടൊന്നും ഓരോന്നും ചെയ്യാൻ പോകണ്ട എന്നാണ് മിൻസൂക്ക് അവിടെ പറയുന്നത്. പൈസ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനാണെങ്കിൽ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരിക്കും. അതും എടുത്തിട്ട് അങ്ങ് ചാടുന്ന ടൈമിൽ ഈ ബ്രിഡ്ജും കടന്ന് ഒരുപാട് ഉയരത്തിലേക്ക് അങ്ങ് പൊന്തുന്നുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഭംഗിയുള്ള ഒരു സിയോൾ നഗരമാണ് സാങ്ങിന് കാണാൻ പറ്റുന്നത്. ഈ സ്ഥലത്തിന് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് പറയുന്ന ഇവനാണെങ്കിൽ, ആ എൻ്റെ അച്ഛൻ എനിക്കൊരു സൂപ്പർ പവർ മാത്രമല്ല ദാരിദ്ര്യം കൂടിയാണ് തന്നത് എന്നിപ്പോൾ ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് എന്നാണ് അവൻ വിചാരിക്കുന്നത്. ശേഷം അടുത്ത ദിവസം രാവിലെ ഇവനാണെങ്കിലും ജോലിക്ക് പോകാൻ റെഡിയാവുന്നുണ്ട്. ആ ടൈമിൽ മിൻസുക്കൊക്കെ പുതിയൊരു റൂൾ പാസ്സാക്കിയിട്ടുണ്ട്. അതായത് പൈസ കൈകൊണ്ടേ തുടരുതെന്നും രണ്ടാമത്തെ കാര്യം ഇവൻ സ്പീഡിൽ ഓടുക ചാടുക അതൊന്നും ചെയ്യേണ്ട എന്നും. കാരണം അത് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് പവർ യൂസ് ആയിട്ട് പൈസ പോയാലോ. അതുകൊണ്ട് തന്നെ ഇവൻ നടക്കുന്നത് വളരെ സ്ലോ മോഷനിലായിരിക്കും. സ്റ്റെയർ കേസ് കയറുന്ന ടൈമിൽ ഒരു അമ്മാമ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. വളരെ ബുദ്ധിമുട്ടി കയറുന്നത് കാണുമ്പോൾ ഇവന് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ സഹായിച്ചു കഴിഞ്ഞാൽ ഈ പവർ എങ്ങാനും യൂസ്ഡ് ആയാലോ, കയ്യിൽ നിന്ന് പൈസ പോവില്ലേ. അങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ടൈമിൽ മറ്റൊരു പയ്യൻ വന്നിട്ട് ഈ അമ്മൂമ്മയെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ അമ്മൂമ്മയാണെങ്കിൽ ഇവനെ നോക്കി നല്ല ചീത്തയും പറഞ്ഞിട്ടാണ് പോകുന്നത്. ശേഷം ഇവൻ്റെ ഓഫീസിലെത്തുമ്പോഴും ഡോർ പോലും ഇവൻ തുറക്കുന്നില്ല. ബാക്കിയുള്ളവർ തുറക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ഇടയിൽ കൂടെ അങ്ങ് കയറിപ്പോവും. അതുമാത്രമല്ല ഒരു പെൺകുട്ടി ഒരു വെള്ളമൊക്കെ എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ അതിനെപ്പോലും ഇവൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. എല്ലാവരും ഇവനെ നോക്കി ഇവൻ എന്തായി കാണിക്കുന്നത്, ഒരു സാധനം കൈകൊണ്ട് പോലും എടുക്കുന്നില്ലല്ലോ, എന്തൊരു ക്രൂരന എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ശേഷം ഇവൻ്റെ ബോസ് വിളിച്ചിട്ട്, എടാ എന്തൊക്കെയാടാ നീ രാവിലെ മുതൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ ഇവനാണെങ്കിൽ വളരെ സ്ലോ മോഷനിലാണ് നടക്കുന്നത്. ഇത് കാണുന്ന സാറാണെങ്കിൽ നീ എന്താടാ വല്ല അമൽ നീരദിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ചീത്തയും പറയുന്നുണ്ട്. ശേഷം അന്ന് രാത്രി മിൻസൂക്ക് എത്ര പൈസ ഇനി അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ വേണം എന്നൊക്കെ ഒരു കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു 30 മില്യൺ അതിൻ്റെ കൂടി കുറവുണ്ട്. എന്ത് ചെയ്യുമെന്ന് അവൾ ആലോചിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്, അത് നമുക്ക് OLXൽ വിറ്റാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ആ എയർ പ്യൂരിഫയർ ഉണ്ട്, പിന്നെ ഈ സോഫയുണ്ട്, ഈ ഡൈനിങ് ടേബിൾ ഉണ്ട്, അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ എന്ന് ചോദിക്കുന്ന സാങ്ങിനോട് നമ്മളിപ്പോൾ നിലത്തിരുന്നല്ലേ കഴിക്കേണ്ടത്, അങ്ങനെ കഴിക്കണം, അപ്പോൾ ശരി എല്ലാം വിൽക്കാം, അങ്ങനെയാണെങ്കിൽ കുറേ പൈസ കിട്ടും എന്ന് പറയുന്നു. ഇവൾ ഓൾറെഡി അതൊക്കെ OLXൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവനോട് ഈ കാര്യം പറയുന്നത് തന്നെ. ഇവൾ അന്ന് പറഞ്ഞല്ലോ ഒരു ഓൺലൈൻ ഗെയിം ഉണ്ടെന്ന്, അത് വാങ്ങിക്കൊടുക്കാന്നൊക്കെ. അങ്ങനെ ഒരാളെ സെറ്റാക്കിയിട്ടുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ്. പതുക്കെ പോകണം, സ്പീഡിലൊന്നും പോകണ്ട, കാശൊന്നും ചെലവഴിക്കരുത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വിടുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ആ ഒരു ഗെയിം വാങ്ങാൻ വേണ്ടിയിട്ട് അയാളെ മീറ്റ് ചെയ്യുന്നു. അയാൾക്കാണെങ്കിൽ ഇത് വിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ വീട്ടിലെ പിള്ളേർ ഫുൾ ടൈം ഗെയിം കളിയാ എന്ന് പറഞ്ഞ് ഭാര്യ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത് എന്നൊക്കെ പറഞ്ഞ് പൈസയൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട്. ആ ടൈമിൽ ഇയാളാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഗെയിമിൻ്റെ CD കൊടുക്കും. അല്ല ഇത് ഫ്രീ ആയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഓ എനിക്കിനി ഇതൊന്നും ആവശ്യമില്ല, താൻ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ സാങ്ങിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സെറ്റാക്കി പോകാൻ നോക്കുമ്പോൾ ഈ വീഡിയോ ഗെയിം വിറ്റ ആളുണ്ടല്ലോ, അയാളെ കുറച്ച് ഗുണ്ടകൾ അങ്ങ് വളയുന്നതും പൈസ തട്ടിയെടുക്കാൻ നോക്കുകയാണ്. ഇയാളെ ഇട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ പൈസയൊക്കെ പിടിച്ച് വലിക്കുന്നത് ഇവൻ കാണുന്നു. ഇവനാണെങ്കിൽ ശരിക്കും ദേഷ്യം വന്നിട്ട് പ്രതികരിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ മിൻസുക്ക് പറഞ്ഞിരുന്നു കാശൊന്നും ചെലവഴിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ അവിടെ നിന്ന് പോകുന്നു. ശേഷം വീട്ടിലെത്തിയ ഇവൻ മനസ്സിൽ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അയാളെ സഹായിക്കുന്നായിരുന്നു. പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്കാണ് കയറുന്നത്. ഇവന് ഭയങ്കരമായിട്ട് വിഷമമാകുന്നുണ്ട്. അത് ആലോചിച്ച് ഇവൻ്റെ കയ്യിൽ കുറേ കുരുക്കളൊക്കെ വരുന്നത് അവൻ കാണുന്നു. ഈ പവറൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിരിക്കും അത്.
ശേഷം പിറ്റേ ദിവസം അമ്മ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇവൻ അമ്മയെ ചെന്ന് കാണും. എന്താ അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്കൊരു സാധനം തരാൻ വന്നതാണ്. അമ്മ ഒരു കവർ കൊടുക്കുമ്പോൾ ഇതെന്താ അമ്മേ, എന്തെങ്കിലും അച്ചാറാണോ എന്നൊക്കെ ചോദിച്ച് ഇവൻ നോക്കുന്ന ടൈമിൽ അതിൽ അത്യാവശ്യം പൈസയായിരിക്കും. ഏതൊരു 30 മില്യൺ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവൻ്റെ കിളി പോകുന്നുണ്ട്. അമ്മയുടെ കയ്യിൽ ഇത്രയും പൈസ എവിടുന്ന എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാലമായിട്ട് ഞാൻ സേവിങ്സ് ആയി വെച്ചതാണ്, നിങ്ങൾ വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കിത് ഹെൽപ്പാകും, എന്തായാലും എൻ്റെ വക ഇതിരിക്കട്ടെ. അല്ല, നിൻ്റെ കയ്യിൽ എന്താ ഈ കുരുക്കളൊക്കെ? ഇതേ കുരുക്കൾ നിൻ്റെ അച്ഛൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് അച്ഛൻ ഈ സൂപ്പർ പവറുള്ള കാര്യം അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് ഇവൻ ഒന്നും തന്നെ അവിടെ പറയുന്നില്ല. അമ്മയാണെങ്കിലും അത് പറഞ്ഞപ്പോഴാ ഞങ്ങളെ സ്പെയിനിലേക്ക് ഒരു ടൂർ പോകുന്നുണ്ട്. സ്പെയിനിലേക്കോ എന്ന് സാങ് ചോദിക്കുമ്പോൾ നിൻ്റെ അച്ഛനാ പറഞ്ഞ് അങ്ങോട്ട് പോവാന്ന്. ഇതെന്തോ പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാം, കുറച്ചൊക്കെ യാത്ര ചെയ്യാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തിരക്കിലായിരിക്കും ഇനി. എന്തായാലും എല്ലാ കാര്യങ്ങളും നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകുന്നു. ഈ സാങ് ആണെങ്കിൽ തന്നെ ഈ ന്യൂസ് മിൻസൂക്കിനെ വിളിച്ചറിയിക്കാൻ കോൾ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് ഹൈവേയിൽ ഒരു ലോറി അങ്ങ് മറിയുന്നുണ്ട്. അതായത് ഈ ലോറി ബസ്സിലൊക്കെ പോയി ഇടിച്ച് ഈ ബസ്സാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് പാലത്തിൽ നിന്ന് താഴത്തേക്ക് വീഴാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് വീഴും. ഇത് കാണുന്ന ഇവൻ ആകെ ഷോക്കാവും. ആ ബസ്സിൽ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഉണ്ട്. ഇവനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. കയ്യിലാണെങ്കിൽ ഈ പൈസയും ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ തീരുകയും ചെയ്യും. ഇവനാണെങ്കിൽ ആ പൈസ ടൈറ്റായിട്ട് പിടിക്കുന്നതും പിന്നീട് ഒന്നും നോക്കില്ല. ആ വീഴാനായ ബസ്സിനെ അങ്ങ് പിടിച്ച് ശരിക്കും നിർത്തുന്നുണ്ട്. അത്രയും ശക്തിയിൽ ഒറ്റയ്ക്ക് ആ ബസ് പിടിച്ചു വലിക്കും. ഇവൻ ഒരുപാട് പവർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില്ലറ പൈസയായി ഇങ്ങനെ താഴത്തേക്ക് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ ആ അപകടം അവൻ ഇല്ലാതാക്കുന്നു. ആ ടൈമിൽ മാറി നിൽക്കുന്ന കുറച്ച് ആളുകളാണെങ്കിൽ ഇത് കണ്ട് കൈയടിക്കാനും ക്യാമറയിലൊക്കെ പകർത്താനും ഒക്കെ തുടങ്ങും. ഇവൻ ഇട്ടേക്കുന്നത് ഒരു ഹൂഡി ആയതുകൊണ്ട് തന്നെ ആർക്കും ഇവൻ്റെ ഫേസ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ആ സമയം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരുക്കളും കാണുന്നില്ല. ഇവനാണെങ്കിലോ താഴത്തേക്ക് നോക്കുമ്പോൾ ചിന്നിച്ചെതറിക്കിടക്കുന്ന ചില്ലറയാണ് കാണുന്നത്. എൻ്റെ അമ്മ ഈ ഒരു ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാണ് ഈ കിടക്കുന്നത് എന്നാണ് ഇപ്പോൾ അവൻ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ അതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.